ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 8, ഒന്നാമത്തെ വായനാ ഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം, ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇവിടെ ശൗലിൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒളിവിലേക്ക് പോയ ദാവീദ് യോനാഥാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ നിൻ്റെ അപ്പനോട് എന്ത് കുറ്റമാണ് ചെയ്തത്, അല്ലെങ്കിൽ നിന്നോട് എന്ത് കുറ്റമാണ് ചെയ്തത്, നിങ്ങളുടെ രാജ്യത്തോട് ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്ത പാപം എന്തെന്നൊക്കെയും ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മരണം നിശ്ചയിച്ചിരിക്കുന്നു നിൻ്റെ അപ്പൻ എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വന്നു. ഞാനും മരണവും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ദാവീദിന് കൊണ്ടുള്ള സ്നേഹത്താൽ യോനാഥാൻ ഇതൊക്കെ സങ്കടകരമാകുന്നുണ്ട്. യോനാഥാൻ പറയും, നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നിനക്ക് എന്ത് വേണം, ഒരു കാര്യം ചെയ്യും, നീ വയലിൽ ഒളിച്ചിരിക്കുക, നാളെ ഈ എൻ്റെ അപ്പൻ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്, എന്താണ് നിർണയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ വർഷാന്തര യാഗമുണ്ട്, അതിനുവേണ്ടി നിന്നെ ഞാൻ അയച്ചെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് വീണ്ടും അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളത്തോ എൻ്റെ അപ്പൻ്റെ അന്തർഗതം അറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലൊരു ഉടമ്പടി പറയുന്നത്, ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടതിന് എന്നോട് മാത്രമല്ല എൻ്റെ ഗൃഹത്തോട് നിൻ്റെ ദയ ഒരിക്കലും അറ്റുപോകരുതേ. യഹോവ ദാവീദിൻ്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ച് കളയും കാലത്തും അറ്റുപോകരുത്. അപ്പോൾ അതൊക്കെ വരാനിരിക്കുന്ന കാലത്ത് നടക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് യോനാഥാൻ്റെ ബോധ്യമുണ്ട്. ദാവീദാണ് ഇനി രാജാവാകുന്നതെന്നും അങ്ങനെ സർവ്വ അധികാരവും സർവ്വ ശത്രുക്കളും എല്ലാം ദാവീദിൻ്റെ കീഴിലാവുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ശൗലിൻ്റെ ഗൃഹത്തോട് ന്യായമായും ഒരു സ്പർദ്ധ മുമ്പിലത്തെ അനുസരിച്ച് സാധാരണയുള്ള മനുഷ്യർക്കെല്ലാം ഉണ്ടാകും. അത് മനസ്സിൽ കണ്ടിട്ടാണ് യോനാഥാൻ ചോദിക്കുന്നത് ദാവീദിനോട്, തൻ്റെ ഗ്രഹത്തോട്, തൻ്റെ അപ്പൻ്റെ ഗ്രഹത്തോട് നീ ശത്രുത വെച്ച് പുലർത്തരുത്, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്നൊക്കെയും പറയുന്നത്. അപ്പോൾ അത് ദാവീദ് സമ്മതിക്കുന്നുണ്ട്. ദാവീദ് ആ സത്യം സമ്മതിക്കുന്നുണ്ട്. ദാവീദിനെ കൊണ്ട് വീണ്ടും സത്യം ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് പോയി, നാളെ അമാവാസ്യയാകുന്നു, നിൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നീ ഇല്ലെന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും ഇല്ലെന്ന് എൻ്റെ അപ്പൻ കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്ന അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഞാൻ നിൻ്റെ കാര്യം ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പന്തിഭോജനത്തിന് ഇരിക്കുമ്പോഴത്തേക്ക് യോനാഥാനോട് ചോദിക്കുന്നത്, ശൗൽ ചോദിക്കുന്നത്, ദാവീദ് എവിടെയാണ്? ദാവീദ് എന്നോട് അവൻ്റെ കുടുംബത്തൊരു വർഷാന്തര യാഗമുണ്ട്, അതിന് പോകണമെന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ആ യാഗത്തിന് ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കോപം, ശൗലിൻ്റെ കോപം യോനാഥാനോട് ഭയങ്കര ദേഷ്യം വന്നു. വക്രതയും ദുശാഠ്യമുള്ളവളുടെ മകനെ എന്ന് തൻ്റെ സ്വന്തം മകനെ ശൗല് ദേഷ്യം വന്ന് വിളിക്കുകയാണ്. വക്രതയും ദുശാഠ്യവും ഉള്ളവളുടെ മകനെ, നിൻ്റെ സ്വന്തം ലജ്ജയ്ക്കും നിൻ്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയോ? ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീ നിൻ്റെ രാജ്യത്വം ഉറപ്പാകുകയില്ലെന്ന് ഓർത്തോ? ആളയച്ച് അവന് വേഗത്തിൽ വരുത്താം, അവൻ മരണയോഗ്യനാകുന്നു. യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് പറഞ്ഞു, അവൻ എന്തിനാണ് കൊല്ലുന്നത്? അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗലിന് ദേഷ്യം വീണ്ടും കൂടി ആ കുന്തമെടുത്ത് യോനാഥാനെ കൊല്ലുവാൻ വേണ്ടി ചാടി എന്നുള്ളതാണ്. അപ്പോൾ യോനാഥാന് മനസ്സിലായി, എന്നെ വരെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരപ്പൻ ദാവീദിനെ കണ്ടാൽ പിന്നെ വെച്ചേക്കത്തില്ല. അപ്പോൾ ദാവീദിനെ ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നുള്ളതും കഴിഞ്ഞ ദിവസത്തെ ഉറപ്പടി അനുസരിച്ച് അറിയിക്കാൻ വേണ്ടി യോനാഥാൻ തീരുമാനിക്കുന്നു. ഇവിടെ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട്, ഇതിപ്പം ദാവീദിന് വലിയൊരു അവമാനം. ദാവീദ് യോനാഥാനും ശൗലും മാത്രമല്ലല്ലോ, കൊട്ടാരത്തിലുള്ളവരും പടയാളികളും മറ്റുള്ളവരും എല്ലാം കാണുകയാണല്ലോ ഈ ദാവീദിനെതിരെ ഇത്രയും മോശമായി പറയുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാവീദ് അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള യോനാഥാൻ്റെ മനോവികാരം. അപ്പോൾ പിറ്റേ ദിവസം ഒക്കെ പോയി കാര്യം പറഞ്ഞു. അപ്പം നിന്നെ അവൻ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി, നീ പോയി രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവർ തമ്മിൽ ഇന്നടുത്ത് വെച്ച് കാണാമെന്നും അതിനൊരു
തെളിവും അമ്പ് എയ്യുന്നൊരു കാര്യമൊക്കെയും പറഞ്ഞ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യും. അപ്പം ബാല്യക്കാരൻ എഴുന്നേറ്റ് പോകാൻ പറയും. ബാല്യക്കാരൻ പോയി. അപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ വീണ്ടും ആരും കാണാതെ രഹസ്യമായി കാണുകയും അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ നിനക്കും നിൻ്റെ സന്തതിക്കും എൻ്റെ സന്തതിക്കും നിൻ്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുകൊണ്ട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി യോനാഥാന പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ അവർ തമ്മിൽ പിരിയുകയാണ്. അന്ന് അവിടെ വെച്ച് പിരിയുകയാണ്. പിന്നെ അവർ തമ്മിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വായനയിൽ നിന്നുള്ള ഓർമ്മ. അപ്പോൾ ഇവിടെ വെച്ച് അവർ പിരിയാണ്. ഇവർ കഴിഞ്ഞ ദിവസം തമ്മിലൊരു ചെയ്തല്ലോ, സത്യം ചെയ്തല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലെ നീ രാജ്യത്വം പ്രാപിച്ചൊക്കെ വരുമ്പം ഞങ്ങളോട് ദയ കാണിക്കണം, യോനാഥാൻ്റെ കുടുംബത്തോട്, ശൗലിൻ്റെ കുടുംബത്തോടൊക്കെ ദയ കാണിക്കണമെന്ന് പറയുന്ന അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നത്. യഹോവ എനിക്കും നിനക്കും എൻ്റെ സന്തതിക്കും നിൻ്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി, നമ്മൾ തമ്മിൽ എടുത്ത ഉടമ്പടിക്ക് ദൈവമാണ് സാക്ഷി എന്നിങ്ങനെ അവരെതിരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്ത നിമിത്തം കൊണ്ട് സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിരിഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ അധ്യായത്തിലും ഇന്നലെ നമ്മൾ വായിച്ച അധ്യായത്തിലും അതിന് മുമ്പിലത്തെ അധ്യായത്തിലുമൊക്കെ ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ തീവ്രത, അവർ തമ്മിലുള്ള സ്നേഹവും കരുതലും അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഉത്തമ സ്നേഹബന്ധത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉദാഹരണം തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വീണ്ടും അതിനുള്ള ഉദാഹരണങ്ങൾ, അതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം. അപ്പോൾ നമുക്കും അതുപോലെ നല്ല സുഹൃത്തുക്കളായി നമ്മുടെ ഇന്നത്തുള്ള സഹോദരന്മാരോട് സഹോദരന്മാരായിരിക്കുമ്പോൾ തന്നെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ വലിയ സ്നേഹിതന്മാരായി ജീവിക്കുകയാണ്. സ്നേഹിതൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സ്നേഹിതനാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ക്ഷമിക്കുകയും സഹിക്കുകയും ജീവനെ കൊടുക്കുകയും തല്ലുകൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുന്ന സ്നേഹിതനാണ് സഹോദരനേക്കാളും. അത് നമുക്ക് പല അനുഭവത്തിൽ നമുക്കുണ്ട്. അപ്പോൾ അത്തരം നല്ല സ്നേഹിതന്മാരായി നമ്മുടെ സഭകളിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു തീരുമാനമെടുക്കാൻ ഈ ദാവീദിൻ്റെയും യോനാഥാൻ്റെയും ജീവിതം നമുക്ക് സഹായകരമാകട്ടെ. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നമ്മളിതിൻ്റെ രണ്ടാമത്തെ അധ്യായം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം ദൈവം ഞങ്ങളുടെ ഇടയിലില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല, ദൈവസാന്നിധ്യമില്ല, ദൈവസഹായമില്ല, ദൈവത്തെ പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. ആ തരത്തിലേക്ക് ഞങ്ങളുടെ കഷ്ടങ്ങളായിരിക്കുമ്പോൾ ആ മുമ്പിൽ ഇസ്രായേലിനെ സഹായിച്ചിരുന്ന ദൈവം, ചെങ്കടലിലെ വെള്ളം വറ്റിച്ച് ഇക്കരെ കടത്തിയ ദൈവം ഇന്ന് ഈ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ജനം ആഗ്രഹിക്കുന്ന തരത്തിൽ ജനം മാറുന്നു എന്ന് ഉള്ളൊരു പ്രവചനമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. കണ്ടോ, മുമ്പ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച്, മുമ്പ് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ ദൈവം ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതാണ്. അപ്പം ഈ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെ ഓർക്കുമ്പോൾ അത് ഒരു ദൈവമോ ഒരു ശക്തികളോ ഒന്നും വേറൊരു സമൂഹത്തിന് വേണ്ടിയോ വേറൊരു മനുഷ്യന് വേണ്ടിയോ ചെയ്തതായിട്ട് കണ്ടുപിടിക്കാനേ ഒക്കില്ല. കാരണം അങ്ങനൊരു ദൈവം വേറെ ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവം ചെയ്ത പ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിൽ എഴുതപ്പെട്ട് വരച്ച് വെട്ടി ഞങ്ങളുടെ തലമുറകളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, സത്യസന്ധമായി നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതൊന്നും നടക്കുന്നില്ല. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. അവിടെ ഒരു കാര്യം, 7-ാമത്തെ വാക്യം, നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹം കാണിക്കുന്നവനും ആരുമില്ല. നിൻ്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കണിമണ്ണും
നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. യഹോവയെ ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ. അയ്യോ, കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ ജനമല്ലോ. നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയാക്കിയിരിക്കുന്നു. സിയോൻ മരുഭൂമിയും യെരൂശലേം നിർജ്ജന പ്രദേശവുമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. ഇതൊക്കെയും സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്ന കാലത്ത് ജനത്തിൻ്റെ മാനസികാവസ്ഥയും അവരുടെ കഷ്ടതയും അവരുടെ മനോവികാരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ 64-ാം അധ്യായത്തിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇതിപ്പം വായിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് എന്താ ഗുണം? ഇത് സംഭവിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും, ദൈവം ഇത് മുന്നമേ അറിയിച്ചതാണെന്നും ഈ ജനം ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഈ ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്നും ദൈവം നമുക്ക് ഈ പറഞ്ഞതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ചും ദൈവം ഈ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ജനം തിരിച്ചറിയുകയും പ്രത്യാശയോടെ ദൈവത്തെ നോക്കി പാർക്കാൻ അവർക്കിടയാകുകയും ചെയ്യും. മൂന്നാമത്തെ വായനാ ഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. യേശുക്രിസ്തു കുറ്റക്കാരനാകുന്ന ചില അധ്യായങ്ങളിൽ ഒരധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കുന്ന ഈ 9-ാം അധ്യായം. ഇവർ വെള്ളം കയറി സ്വന്തം പട്ടണത്തിലെത്തി, അതായത് കഫർനഹൂമിലെത്തി. അവിടെ ചിലർ ഒരു പക്ഷപാതക്കാരനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് കണ്ടിട്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, കിടത്തിയാണ് കൊണ്ടുവന്നത്, കിടക്കയോടെയാണ് കൊണ്ടുവരുന്നത്. പക്ഷപാതക്കാരനാണല്ലോ, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒക്കില്ല. അങ്ങനെ ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ഒരു മനുഷ്യനായിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മറ്റൊരുവൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്? ദൈവം നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കും, തരട്ടെ, അതിനിടയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ഇത് മോചിച്ചു കൊടുക്കുകയാണ് യേശുക്രിസ്തു. അപ്പോൾ ഒരു മനുഷ്യനായിരിക്കുന്നവന് പാപങ്ങളെ മോചിച്ചു കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് അവിടെ ശാസ്ത്രിമാരിൽ ചിലർ പറയുന്നത്. ഇവൻ ദൈവദൂഷണമാണ് പറയുന്നത്. ഒരു വലിയ കുറ്റമാണിത്. ദൈവദൂഷണം പറയാൻ പാടില്ല. ദൈവദൂഷണം പറയുന്നവനെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം കൽപ്പനയാണ്. മോശയിലൂടെ ദൈവം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ്, അങ്ങനെയുള്ളവനെ ഛേദിച്ച് കളയണമെന്ന്. ഇവിടെ ഒരു വലിയ പാപം, ദൈവദൂഷണമാണ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു എന്നുള്ളതാണ് അവർ മനസ്സിൽ പറയുന്നതാണ്, പുറത്ത് പറയുന്നില്ല. അപ്പോൾ ക്രിസ്തു എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട്, അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കിയിട്ടാണ് അവരോട് ചോദിക്കുന്നത്, നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം, എഴുന്നേറ്റ് നടക്കുക എന്ന്? ഒരു പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണ് എളുപ്പം, നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നതാണ് എളുപ്പം? എളുപ്പം ഏതാ? നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് എളുപ്പം. അത് പാപം മോചിച്ചു വന്നൊന്നും ആരും അറിയുന്നില്ല, പറഞ്ഞങ്ങ് പോവാം. അതേസമയം പക്ഷപാതക്കാരനെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലേ? ആ ഒരു കാര്യം നടക്കില്ല. ഒരു പക്ഷപാതക്കാരനും എഴുന്നേറ്റ് നടക്കില്ല. അപ്പോൾ നീ എഴുന്നേറ്റ് നടക്ക്, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കണം. നടന്നില്ലെങ്കിൽ അത് ആളുകൾക്ക് വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ എളുപ്പം നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ്. പക്ഷേ പാടുള്ളൊരു കാര്യം, അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരുവൻ എഴുന്നേറ്റ് നടക്കുന്നതാണ്. പക്ഷപാതക്കാരനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നടക്കാൻ പറയുക. അയാൾ എഴുന്നേറ്റ് കിടക്കയൊക്കെ ചുരുട്ടി അയാൾ നടന്ന് വീട്ടിലേക്ക് പോയി. പക്ഷെ ഇത് കണ്ട മനുഷ്യരൊക്കെയും ഇങ്ങനെയുള്ള അധികാരം മനുഷ്യർക്ക് കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് ആ വിഷയം അവിടെ തീർന്നു. പക്ഷേ ഈ ചിന്തിച്ച ആളുകളുടെ മനസ്സിൽ യേശു കുറ്റക്കാരനായിട്ട് തന്നെ അവരുടെ മനസ്സിൽ ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ട്. വീണ്ടും പോകുമ്പോൾ നേരത്തെ നമ്മൾ ചില 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നമ്മൾ വായിച്ചു. ഇവിടെ മത്തായി എന്ന് പേരുള്ള ഒരുവൻ ചുങ്കസ്ഥലത്ത്, ടാക്സ് കളക്ടറാണ് മത്തായി, അല്ലെങ്കിൽ ചുങ്കക്കാരനാണ്. അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് മത്തായി. പഠിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്, എഴുതാനറിയാം വായിക്കാനറിയാം ഒക്കെ ഉള്ള ഒരാളാണ്. വേറെ ഉള്ള മുക്കുവരെ പോലെ അല്ല. അവന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഉടനെ എഴുന്നേറ്റ് അനുഗമിച്ചു. വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പം ചുങ്കക്കാരും പാപികളും മാന്യന്മാരും ഒന്നും അല്ല അവിടെ വന്നത്.
യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. പരീശന്മാരിത് കണ്ടിട്ട് പറയുകയാണ്, പാപികളോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് എന്ത്? അത് തെറ്റല്ലേ? അപ്പോൾ ക്രിസ്തു അതിന് മറുപടി പറയുന്നത്, ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അല്ലാതെ അസുഖമില്ലാത്തവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പാപികൾക്കും ചുങ്കക്കാരും പാപികളും ഒക്കെ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, അവർക്ക് ആണ് സഹായം ആവശ്യമുള്ളത്, അവർക്കാണ് ദൈവത്തിൻ്റെ പാപമോചനം ആവശ്യമുള്ളത്. അതുകൊണ്ട് അവരെ കരുതിയേ ഒക്കുള്ളൂ. യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ എന്നാണ് പറയും. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാൻ അത്ര വന്നത് എന്നും യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഉപവാസത്തെ സംബന്ധിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഉപവാസത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പം മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാട്ടിക്ക് അങ്ങനെ ആകേണ്ട കാര്യമില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഇതാണ് അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന മറുപടി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രമാണി വന്നിട്ട് എൻ്റെ മകൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എന്നാലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായിട്ട് അവിടെ പോയി ആ വീട്ടിൽ ചെന്ന് ആ ബാലയുടെ കൈക്ക് പിടിച്ചിട്ട് എഴുന്നേക്കാൻ പറയുന്നു. മരിച്ചുപോയ കുട്ടിയോട് മോളെ എഴുന്നേക്കെന്ന് പറയുന്നു. ആ കുട്ടി എഴുന്നേൽക്കുന്നു. ഇതിനിടയ്ക്ക് 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രവും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് മനസ്സിൽ വിശ്വസിച്ചിട്ട് പോയി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ശരീരത്തിൽ തൊട്ടില്ല, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഇത് മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് യേശുക്രിസ്തു തിരിഞ്ഞ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആര് എന്നാണ്. അപ്പം ശിഷ്യന്മാർ പറയാണ്, ഇതെന്താണ് ഈ ചോദിക്കുന്നത്? ആള് തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നത് വസ്ത്രത്തിൽ തൊട്ടത് ആരെന്ന്. വസ്ത്രത്തിലും തൊടും, ശരീരത്തിലും തൊടും, തള്ളും ഉന്തും ഒക്കെ ചെയ്യും. ഇതിനിടയ്ക്ക് ആളുകൾ തിക്കി കിരയ്ക്കുന്നിടയ്ക്ക് വസ്ത്രത്തിൽ തൊട്ടുമെന്ന് ചോദിക്കുന്നത് തന്നെ ഒരു മണ്ടതരമായ ചോദ്യമാണെന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ഭാഗം. പക്ഷേ അങ്ങനല്ല. ക്രിസ്തു ചോദിക്കുന്നതില്ല. ഒരാൾ ആഗ്രഹത്തോടെ, ഒരു വലിയ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട്, ആ തൊടലിൻ്റെ പ്രത്യേകമായൊരു തൊടൽ മനഃപൂർവ്വം ഒന്ന് അറിയാതെ തട്ടിയതല്ല, ആൾക്കൂട്ടത്തിൽ തിരക്കിനിടെ തട്ടിയതും തൊട്ടതുമല്ല, മറിച്ച് തൊടണം എന്ന് കരുതി 12 വർഷമായിട്ടും മാറാത്തൊരു അസുഖത്തിൻ്റെ മാറാനുള്ളൊരാഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, എനിക്കത് സാധിക്കുമെന്ന വിശ്വാസത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ തൊട്ട തൊടിയിലാണ്. ആ തൊടിയിലിന് വ്യത്യാസമുണ്ട്. അതാണ് ക്രിസ്തു അറിഞ്ഞത്. അപ്പോൾ അത് ഹൃദയവും തമ്മിലുള്ള, ആത്മാവും തമ്മിലുള്ള, അത് ദൈവമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പരിണതമായ സ്പർശനമാണത്. അതാണ് ക്രിസ്തു മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നത്. എന്നിട്ട് അതാരെന്ന് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ വന്ന് പറയുകയാണ്, ഇത് ഈ അധ്യായത്തിൽ നല്ല കേട്ടോ ഇത് പറയുന്നത്, വേറെ സുവിശേഷത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാനാണെന്ന് സമ്മതിക്കുകയും നിൻ്റെ മകളെ നീ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അപ്പം മുതൽ തന്നെ ആ സ്ത്രീക്ക് രക്തസ്രാവം നിന്ന് അസുഖം ഭേദമായി എന്നാണ് നമ്മൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവൾക്ക് ആ അസുഖത്തിൽ നിന്ന് സൗഖ്യമുണ്ടായി. പിന്നെ താഴോട്ട് പോകുമ്പോൾ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് 2 കുരുടന്മാർ ഇരുന്ന് നിലവിളിക്കുന്നത് കേട്ടു. യേശു എന്ന് ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഉപകർത്താവേ എന്ന് അവർ പറഞ്ഞു. അതായത് നിനക്കിത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് 2 പേരുടെയും കണ്ണ് തുറന്നു. അവർ 2 പേരും കാഴ്ചയുള്ളവരായി മാറി. അവരോ പുറപ്പെട്ട് പക്ഷേ അവിടെ വെച്ച് ക്രിസ്തു പറയുന്നത് ആരോടും അറിയണ്ട, ആരോടും പറയണ്ട എന്ന് പറയുന്നെങ്കിലും അവർ പുറപ്പെട്ട ദേശത്തിലൊക്കെയും പോയി യേശുക്രിസ്തു ചെയ്ത ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഭൂതഗ്രസ്തനായൊരു ഊമൻ, അതായത് സംസാരിക്കാൻ കഴിയാത്ത ഒരുത്തനെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ആ രോഗത്തെ, ഊമ എന്ന രോഗത്തെ സൗഖ്യമായി ആക്കി ഊമൻ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല, ഇസ്രായേലിൽ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാർ പറഞ്ഞ് ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ
ഇത് ഭൂതങ്ങളുടെ പ്രവൃത്തിയാണ്, ഭൂതങ്ങളാണ് ഇത് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ അവർ ഭൂതങ്ങളെയും വിശ്വസിക്കുന്നു, ദൈവമല്ലാത്തവയെയും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവനാണ്. എന്നാൽ ഈ പരീശന്മാരും ദൈവത്തിൻ്റെ വലിയ ആളുകളെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് ഭൂതങ്ങളെയും വിശ്വാസമുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിലാണ്. അത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ അത് കേൾക്കണമെങ്കിൽ അവരിലേക്ക് യേശുക്രിസ്തു സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്താലേ ഒക്കെയുള്ളൂ. അങ്ങനെ അതിനുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവുമൊക്കെയും ചെയ്യുന്നത്. അത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ ആ ഒരു പർപ്പസ്, ദൈവം ഇത് ചെയ്യുന്നതിൻ്റെ പർപ്പസ്, അത് യേശുക്രിസ്തുവിലൂടെ മാത്രമല്ല, യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൂടെയും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വചനം ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനവും ആണ് അവിടെ പ്രസ്താവിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. യേശുക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലില്ല. അത് എല്ലാം ഉണ്ടെങ്കിൽ ലോകത്തിലെ പുസ്തകങ്ങൾ തികയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളിവിടെ കാണുന്ന ക്രിസ്തു പറയുന്നൊരു കാര്യമാണ്, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം. എന്നുവെച്ചാൽ ദൈവസത്യം അറിയാത്ത, ഇന്നും ദൈവത്തെ അറിയാത്ത, ദൈവസത്യം അറിയാത്ത, ദൈവമാണെന്ന് പറഞ്ഞ് കല്ലിനെയും മണ്ണിനെയും സ്വർണത്തെയും വെള്ളിയെയും പാമ്പിനെയും പഴുതാരെയും ഒക്കെ ആരാധിക്കുന്ന ജനം ഇന്നും ഭൂമിയിലുണ്ട്. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനമുണ്ട്. അതാണ് പറയുന്നത്, കൊയ്ത്ത്, ആ കൊയ്ത്താണ്, ആ കൊയ്ത്ത് വളരെയുണ്ട്. ദൈവത്തെ അറിയാത്തവർ ദൈവം അറിയിക്കുക എന്നുള്ള പ്രവൃത്തിയുടെ ഫലമായി അവർ ദൈവത്തെ അറിയുക എന്നുള്ള കൊയ്ത്ത് വളരെയുണ്ട്. വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് ഇതിൻ്റെ അവസാനം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കൊയ്ത്തിൻ്റെ യജമാനായ സർവശക്തനായ ദൈവത്തോട്, യേശുക്രിസ്തു പ്രാർത്ഥിച്ച, യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത, യേശുക്രിസ്തുവിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്ത സർവശക്തനായ ദൈവത്തോട് നിങ്ങളും കൂടുതൽ വേലക്കാരെ അയച്ച് ഏറ്റവും പരമാവധി ആൾക്കാരിലേക്ക് ദൈവത്തിൻ്റെ സത്യവും ദൈവത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തവും ഒക്കെ അറിയിക്കാൻ വേലക്കാരെ അയക്കേണ്ടതിന് നിങ്ങളും പ്രാർത്ഥിപ്പിൻ. താങ്ക് യു. നമ്മളീ സംസാരിക്കുന്ന കാര്യങ്ങൾ, ബൈബിൾ എന്ന് പറയുന്ന വലിയൊരു കടലാണ്. നമുക്കത്, ഞാനീ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു വലിയൊരു മൂലയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പ്രസ്താവിക്കാൻ കഴിയുള്ളൂ. കാരണം എനിക്കതേ അറിയൂ. എൻ്റെ അറിവിൽ നിന്നിട്ട് അറിയുന്ന കാര്യങ്ങൾ സത്യമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചും അറിഞ്ഞും അനുഭവിച്ചും തന്നെയാണ് ഇത് പറയുന്നത്. വെറും അഭിപ്രായം പറച്ചിലല്ല. അങ്ങനെ ആയിരുന്നാൽ തന്നെയും ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ഒന്ന് സമയത്തിൻ്റെ ഇതുണ്ട്. ഇനി സമയം ഇഷ്ടം പോലെ കിട്ടിയാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവർക്കും അറിവില്ലല്ലോ. നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കാര്യങ്ങളാണിത്. ഇത് മനുഷ്യനൊരു നോവൽ വായിച്ച് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അത് ദൈവം തന്നെയാണ് ഇത് വെളിപ്പെടുത്തി തരേണ്ടത്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ദൈവം ഇതിനകത്ത് ചിലപ്പം 5-10 വർഷം വായിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ പോലും വെളിപ്പെടുകയുള്ളൂ. ചില സത്യങ്ങൾ നമുക്ക് റിവീലാവുകയുള്ളൂ. അങ്ങനെയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതായതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ അറിവിന് വേണ്ടി, പരിജ്ഞാനത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥനയോടെ വേണം ഈ പുസ്തകത്തിലേക്ക് നോക്കുവാൻ. താങ്ക് യു.